ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് PSC. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ പാർട്ട് 1 ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാനായിട്ട് ശ്രമിക്കുക, കാരണം കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നുള്ള 2024 എഡിഷനിലെ 9ാം ക്ലാസ്സിലെ പുതിയ ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വനിതാ കമ്മീഷനെ കുറിച്ചായിരുന്നു അല്ലേ. നമ്മൾ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പാർട്ട് 1 കഴിഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇതെന്ന് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. നമുക്കിവിടെ 2 ന്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കണം. ന്യൂനപക്ഷ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കണം. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ലിപി സംരക്ഷണം അനിവാര്യം. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്തുക. അങ്ങനെ പറഞ്ഞ 2 ന്യൂസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യം സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഒന്നും കൂടെ പറയാം, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ താല്പര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. മത, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. എന്താണ്? മത, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് അതോടൊപ്പം ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. ഇതാണ് ഇതെന്ന് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ സുപ്രധാന ചുമതല എന്ന് പറയുന്നത്. 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 5 അംഗങ്ങളുണ്ട്. മൊത്തം 7 പേരല്ലേ. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, പിന്നെ 5 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇതെന്ന് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പം നിയമിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയും, ഇനി നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും ആയിരിക്കും. ഓക്കെ, 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ കാലാവധി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം. ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഓക്കെ, എല്ലാവരും പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ബാക്കിയാണ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അതോടൊപ്പം ക്ലിയർ ആയിട്ട് പഠിക്കാനും ശ്രമിക്കുക. കുറച്ചധികം ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എഴുതി വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് നിർവഹിക്കാനുള്ളത്. അപ്പം നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്ന അവരുടെ ചുമതലയാണ്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത്? അവരുടെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ അല്ലേ. പിന്നെ 1993 മെയ് 17 നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങൾ, മൊത്തം 7 പേരെന്ന് പറയുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് നാമനിർദ്ദേശം ചെയ്യുന്നതെങ്കിലും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അവരുടെ ചുമതലകളെ പറ്റിയാണ്. ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതല ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. എന്താണ് ഫസ്റ്റ് ചുമതല എന്ന് പറയുന്നത്? ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ട് കാലാകാലങ്ങളിൽ സമർപ്പിക്കാം. അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് എന്തെങ്കിലും പ്രതിസന്ധി നേരിടുന്നുണ്ടോ അതൊക്കെ പഠിച്ച് റിപ്പോർട്ട് കാലാകാലങ്ങളിൽ സമർപ്പിക്കുക. ഇതൊക്കെയെന്ന് പറയുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതലയാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശ നടത്തുകയും ചെയ്യുക. ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശ നടത്തുകയും ചെയ്യുക.
അടുത്ത പോയിന്റാണ് ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഓക്കെ, ഇത് ഇത്രയും എന്ന് പറയുന്നത് എന്താണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതലയിൽ പെടുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്നും കൂടെ ഒന്ന് പറയാം. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, അല്ലേ? അവരുടെ സാമൂഹികമായിട്ടുള്ള വികസന കാര്യങ്ങളൊക്കെ വിലയിരുത്തുക. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, അല്ലേ? ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളൊക്കെ എന്താണ്, അതിൻ്റെ ഉള്ള പ്രവർത്തനം എത്രമാത്രം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ വിലയിരുത്തുക. ഇനി എന്താ, അവർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പഠിച്ച് അതൊരു റിപ്പോർട്ടായിട്ട് കാലാകാലങ്ങളിൽ സമർപ്പിക്കുക. പിന്നെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുക. അതായത് അവർ നേരിടുന്ന എന്തെങ്കിലും അവകാശ ലംഘനം ഉണ്ടോ അതൊക്കെ പരാതികൾ പരിശോധിക്കും. അതിനെ തുടർന്ന് നടപടികൾ എന്താണ് അവർക്ക് ശുപാർശ ചെയ്യാനായിട്ടും സാധിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് എന്താണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതലകളാണ്. പിന്നെ നമ്മളിനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ്. അപ്പോൾ നമ്മൾ ദേശീയമാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. ഓക്കെ, 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. അവിടെ നമ്മൾ പറഞ്ഞു 93 ഇതെന്താണ്? 2013. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാം. 93 2013. ഓക്കെ, ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷൻ. ഉൾപ്പെടെ 4 അംഗങ്ങൾ. അപ്പം മൊത്തം 4 പേരുള്ളൂ, അല്ലേ? ചെയർപേഴ്സൺ ഉണ്ട്, പിന്നെ വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 2 അംഗങ്ങളുണ്ട്. അങ്ങനെ മൊത്തം 4 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് അവിടെ കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവിടെ ആരായിരിക്കും? സംസ്ഥാന ഗവൺമെൻറ്, അല്ലേ? നമ്മളങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആണ്. അതായത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ നമ്മൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് ആണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാനത്തിലോട്ട് വരുമ്പോൾ എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് ആയിരിക്കും, അല്ലേ? ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. 3 വർഷമാണ് ഇവരുടെയും കാലാവധി എന്ന് പറയുന്നത്. 3 വർഷമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ കാലാവധി, ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഭരണഘടനാനുസൃതമായി മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതല. നമ്മളവിടെ പറഞ്ഞല്ലേ, അതേ ചുമതല തന്നെയാണ് സംസ്ഥാനത്ത് ന്യൂനപക്ഷ കമ്മീഷനും അവർക്കും ഉള്ളതെന്ന് പറയുന്നത്. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നതും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ്. ഓക്കെ, ന്യൂനപക്ഷക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ സ്വീകരിക്കുന്നതൊക്കെ ആരാണ്? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ്. ഓക്കെ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും ഉൾച്ചേരലും ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമാണ്, അല്ലേ? എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വേണം, അല്ലേ? അല്ലാതെ ഇന്ന വിഭാഗം അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും ഉൾച്ചേരലും ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, സാംസ്കാരിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഉന്നമനവും പുരോഗതിയും ഇതിന് അത്യന്താപേക്ഷിതമാണ്. ഇതോടൊപ്പം ന്യൂനപക്ഷ ക്ഷേമം ഭൂരിപക്ഷത്തിൻ്റെ ചുമതലയാണെന്ന പൊതുബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ന്യൂനപക്ഷ കമ്മീഷൻ നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ പഠിച്ചു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഡേറ്റൊക്കെ എഴുതി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. എന്താണ്? പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദം ആവുകയില്ല. സ്കൂളുകൾ, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണ് എന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല എന്നും സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്നും നാം എപ്പോഴും ഓർമ്മിക്കണം. 1952 ജൂൺ 7 നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. ഓക്കെ, നമ്മൾ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഓക്കെ, വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും എന്ന് പറയുന്നത്.
വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇതെന്ന് പറയുന്നത് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. ഇതിനോടൊപ്പം അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുകയും പ്രധാനമാണ്. എന്തൊക്കെയാണ് ഇതിനോടൊപ്പം? അതോടുകൂടി എന്താണ്? അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുക എന്നത് പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, 2004 ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 2004 ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. അപ്പോൾ ആരൊക്കെയുണ്ട്? ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, പിന്നെ 3 അംഗങ്ങളുണ്ട്. മൊത്തം 5 പേരല്ലേ? ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 3 അംഗങ്ങൾ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. നിയമനം എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. ഔദ്യോഗിക കാലാവധി 3 വർഷമാണ്. ഓക്കെ, രാഷ്ട്രപതി നിയമിക്കുന്നു, 3 വർഷമാണ് കാലാവധി. 2004 നിലവിൽ വന്നത്. ഓക്കെ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുള്ള ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലേ? ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. ഇമ്പോർട്ടൻ്റ് ആണ്. 1989 നിയമം. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. ഓക്കെ, പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ നിലവിൽ വന്ന നിയമമാണ് പട്ടികജാതി പട്ടിക അതിക്രമങ്ങൾ തടയൽ 1989 നിയമം എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അവർ നേരിടുന്ന അതിക്രമങ്ങൾ തടയുക, അല്ലെങ്കിൽ അത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, അവരെ പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക, അങ്ങനെയുള്ള പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് 1989 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്. ഓക്കെ, 1989 ഈ നിയമം നിലവിൽ വന്നത്. ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമലംഘനങ്ങളും ഏതെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷാ നടപടികൾ എന്തെല്ലാമെന്നും ഇവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ? ഓക്കെ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പട്ടികവർഗ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി കമ്മീഷൻ്റെ ചുമതലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സർക്കിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണം നടത്തുക. ഓക്കെ, അന്വേഷണം നടത്തുക എന്നതാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം സംരക്ഷണം ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അല്ലേ? അവരുടെ വിഭാഗക്കാരുടെ എന്താണ് ക്ഷേമം സംരക്ഷണം ഉന്നമനം ഇതൊക്കെ ലക്ഷ്യമാക്കിയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അടുത്ത പോയിന്റാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശം സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അല്ലേ? അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ നേരിടുന്ന വെല്ലുവിളി ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം എന്താണ്? സർക്കാരുകളിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചുമതലയിൽ പെടുന്ന കാര്യമാണ്. ഓക്കെ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. അല്ലേ? ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക എന്നതും ഇവരുടെ ചുമതലയിൽ പെടുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നും കൂടെ പറയാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം സംരക്ഷണം ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിലുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് എന്താണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. ഓക്കെ, SCRTയിൽ കൊടുത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ എല്ലാവരും അതേ ഗൗരവത്തിൽ തന്നെ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, SCRTയിലുള്ള ഫാക്റ്റ് ആണല്ലേ PSC കൂടുതലും ചോദിച്ചു വരുന്നതൊക്കെ. നമുക്ക് നോക്കാം. കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ്? കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ അവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ എന്ന് പറയുന്നത്. ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ചെയർപേഴ്സണും ഉണ്ട്, 2 അംഗങ്ങളും ഉണ്ട്, മൊത്തം 3 പേരല്ലേ? ഓക്കെ,
ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്. സ്റ്റേറ്റിലോടാണ് അല്ലേ, അവിടെ രാഷ്ട്രപതിയാണെങ്കിൽ ഇവിടെ ഗവർണറാണ്. 3 വർഷമാണ് ഇവരുടെയും കാലാവധി എന്ന് പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല. അപ്പം അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ അല്ലേ, അതൊക്കെ കണ്ടെത്തി അല്ലെ അതിനുമായി ബന്ധപ്പെട്ട പരാതികളിൽ എന്താണ് അന്വേഷണം നടത്തുകയും അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് എന്തെന്ന് പറയുന്നത് ചുമതല, പ്രധാന ചുമതല എന്ന് പറയുന്നത്, കമ്മീഷന്റെ പ്രധാന ചുമതല. കൂടാതെ പ്രസ്തുത വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും അവരുടെ പുരോഗതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നു അല്ലേ. അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സ്ഥിതി അല്ലേ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലേ, അതൊക്കെ വിലയിരുത്തി അവരുടെ പുരോഗതി അല്ലേ അവരെ എന്താണ് മുന്നോട്ടെത്തിക്കണം അല്ലേ, അതിന് വേണ്ടിയിട്ട് ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും ആരാണ്, ഈ കമ്മീഷനാണ്. ഓക്കെ, ഇതും എന്തെന്ന് പറയുന്നത് അവരുടെ ചുമതലയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ചരിത്രഗതിയിൽ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനവിഭാഗങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ അല്ലേ. അവരുടെ സവിശേഷമായ പാരമ്പര്യ അറിവുകളും സംസ്കാരവും തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം ആധുനിക സമൂഹത്തിൽ ഈ ജനതയുടെ ഉൾച്ചേരലും ഉറപ്പാക്കേണ്ടതായുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഈ പ്രക്രിയയുടെ ആക്കം കൂട്ടുകയും ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്താണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഏതാണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകും. പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുക എന്നതാവണം വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം എന്ന് തന്നെ പറയുന്നത്. ഈ സമുദായങ്ങളെ എല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി താണ നിലയിലുള്ളവർക്ക് എന്താണ് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ് അല്ലേ. ഈ സമുദായത്തിൽ എന്താണ് സമത്വത്തിലേക്ക് ഉയർത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അവരെ ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് അവരെ താണ നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന അല്ലേ, താഴ്ന്നു കിടക്കുന്നവർക്ക് എന്താണ് പ്രത്യേക പരിഗണന നൽകി അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം അല്ലേ. ഇങ്ങനെ പറഞ്ഞു വെച്ച ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. 1927 ഫെബ്രുവരി 24 ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ബജറ്റ് പ്രസംഗത്തിലൂടെ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ വാക്കുകളാണിവ. ഓക്കെ, അപ്പോൾ നമുക്ക് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നോക്കാം. രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ എന്താണ് ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നൽകുന്ന വിഭാഗങ്ങളുടെ പിന്നാക്ക അവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും എന്താണ് ഈ കമ്മീഷന്റെ പ്രധാന ചുമതലയിൽ പെടുന്നതാണ് അല്ലേ. സാമൂഹികമായും വിദ്യാഭ്യാസപരം അല്ലേ, സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനൊക്കെ അല്ലേ പുറകോട്ട് നിന്നാൽ അങ്ങനെ നിൽക്കുന്ന വിഭാഗങ്ങൾ എന്താണ് പിന്നാക്കാവസ്ഥ പരിഹരിക്കണം അല്ലേ, അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് എന്താണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ പ്രധാന ചുമതലയിൽ പെടുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, 1993 കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1993. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങൾ ചേരുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആരൊക്കെയുണ്ട്? ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സണ് 3 അംഗങ്ങളുണ്ട്, മൊത്തം 5 പേരല്ലേ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പം നിയമനം ആരാന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. മൊത്തം 5 പേര്, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 3 അംഗങ്ങൾ. 1993 നിലവിൽ വന്നു. ഓക്കെ, 3 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. 3 വർഷം. ഓക്കെ, 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായി അല്ലേ. നമ്മൾ പഠിച്ചായിരുന്നല്ലേ, ആദ്യം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയൊക്കെ ആയിട്ട് അല്ലേ നിയമം വഴി വരുന്നുണ്ട്, ബില്ല് അവതരിപ്പിച്ച് നിയമമായിട്ട് മാറുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ് പിന്നീട് വേണമെങ്കിൽ നമ്മളതിന് ഭരണഘടനാ പദവിയൊക്കെ കൊടുക്കും അല്ലേ, ഒരു ആർട്ടിക്കിളൊക്കെ കൊടുത്ത് അങ്ങനെ ചേർക്കും. അപ്പം എന്താണ് പറയുന്നത്, പിന്നാക്ക വിഭാഗം കമ്മീഷന് 2018 എന്താണ് ഭരണഘടനാ പദവി ലഭ്യമായി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, ചുമതലകളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചുമതലകൾ. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് സർക്കാരുകൾക്ക് സമർപ്പിക്കാം. അപ്പോൾ റിപ്പോർട്ടൊക്കെ സർക്കാരുകൾക്ക് നൽകേണ്ടത് കമ്മീഷനാണ്. ഓക്കെ, പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്ന നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശ നൽകുക അല്ലേ, ശുപാർശ നൽകുന്നു. അവരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശ നൽകുന്നതും ആരാണ്? പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ഒരു ചുമതലയിൽ പെടുന്ന കാര്യമാണ്. പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കാം.
പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഇതൊക്കെ എന്താണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുക. പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശ നൽകുക. പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുക. പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് അല്ലേ. ഇപ്പം നമ്മൾ കേന്ദ്രം ദേശീയമാണ് പഠിച്ചത്, ഇനി നമ്മൾ സംസ്ഥാനമാണ് പഠിക്കാൻ പോകുന്നത്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഓക്കെ, 93 കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നു. 3 വർഷമാണ് കാലാവധി അല്ലേ, നമ്മൾ അവിടെ പഠിച്ചു 3 വർഷമാണ് കാലാവധി. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് പട്ടികജാതി കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. നിലവിൽ വന്നത് 1993 3 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് എന്താണ് പ്രസ്തുത വിഭാഗങ്ങളെ എന്താണ് സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്കും ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പ്രധാന ചുമതല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ജനാധിപത്യത്തിന്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ പങ്ക്. ഇതന്നെയല്ല ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, നമുക്ക് നോക്കാം. ജനാധിപത്യത്തിന്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ പങ്ക്. വിശാലമായ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യമുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ഈ പിന്നാക്ക അവസ്ഥയ്ക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കൂ. സാമൂഹിക സാമ്പത്തിക പിന്നാക്ക അവസ്ഥയിലുള്ള ജനവിഭാഗങ്ങളെ കൂടി സമൂഹത്തിന് മുഖ്യധാരയിൽ എത്തിക്കുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാകത്തുള്ളൂ. നമ്മൾ ജനാധിപത്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. എല്ലാ ജനങ്ങളും അല്ലെ, എല്ലാവരും അത് മുൻപന്തിയിലെത്തണം, അല്ലെങ്കിൽ കുറച്ച് പേര് താഴെ അല്ലെങ്കിൽ കുറച്ച് പേര് അങ്ങനെയൊന്നും അല്ല. എല്ലാവരും ഒരുപോലെ മുന്നിലേക്ക് എത്തിയാൽ മാത്രമേ എന്തെന്ന് പറയുന്നുള്ളൂ, ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന അടുത്ത കമ്മീഷനാണ് ഇതെന്ന് പറഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC അല്ലേ. UPSCനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഓക്കെ, UPSC ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് UPSC അല്ലേ. നമുക്കറിയാം അല്ലേ, കേന്ദ്ര ഗവൺമെന്റിലോട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് UPSC അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, 320 പ്രകാരമാണ് ഇതെന്ന് പറഞ്ഞാൽ UPSC നിലവിൽ വന്നത്. 320 പ്രകാരമാണ് UPSC നിലവിൽ വന്നത്. ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. അപ്പോൾ മൊത്തം എത്ര പേരാണ്? 11 പേര്. ചെയർപേഴ്സണും 10 അംഗങ്ങളും, മൊത്തം 11 പേരാണ് കമ്മീഷനിലുള്ളത്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പോൾ നിയമനം എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. 6 വർഷമോ 65 വയസ്സോ ആണ് കാലാവധി എന്ന് പറയുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് എന്തെന്ന് പറയുന്നത് UPSCയുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 320 പ്രകാരം കമ്മീഷൻ നിലവിൽ വന്നു. ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി എന്ന് പറയുന്നത്. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. നമുക്കറിയാലേ, ഓൾ ഇന്ത്യ സർവീസ് അഥവാ സെൻട്രൽ സിവിൽ സർവീസ്, ഇതിലോട്ടുള്ള എക്സാമൊക്കെ നടത്തുന്നത് ആരാണ്? UPSC ആണ്. കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കമ്മീഷന്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും പിന്നെന്താണ് അഭിമുഖങ്ങളിലൂടെയൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കമ്മീഷന്റെ ചുമതല. സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങൾക്കായി നിയമനങ്ങൾ നടത്തുന്ന അതാത് സംസ്ഥാനങ്ങളിൽ എന്താണ്? PSC ആണല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങൾക്ക് വേണ്ടി നിയമനങ്ങൾ നടത്തുന്ന അതാത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരളത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് സംസ്ഥാന സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം അല്ലേ, KPSC അല്ലേ, കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് സംസ്ഥാന നിയമനങ്ങൾ നടത്തുന്നത്. ഓക്കെ, ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ വിജയവും പരാജയവും ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമാണ്. വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം രാഷ്ട്രീയ പ്രക്രിയയിൽ ഉറപ്പാക്കുന്നതിൽ മുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭരണഘടനേതര സ്ഥാപനങ്ങൾക്ക് സുപ്രധാന പങ്കാണുള്ളത്. അല്ലെ, നമ്മൾ പഠിച്ചു ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗം
വനിതാ കമ്മീഷൻ അല്ലേ, നമ്മളങ്ങനെ ഒരുപാട് കമ്മീഷൻ പഠിച്ചു. അതിലെന്താണ് ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനം, മറ്റു ചിലതെന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനങ്ങളുമാണ്. ഉദാഹരണമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരന്മാരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സ്വതന്ത്രമായും നിർഭയമായും വിനിയോഗിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ അടിത്തറ വിപുലമാക്കുന്നു. 1951-52 കാലഘട്ടം മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് ജനാധിപത്യം ശാക്തീകരിക്കുന്നതിനും സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ. മണ്ഡലങ്ങൾ നിർണ്ണയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൽ, തിരഞ്ഞെടുപ്പ് സാക്ഷരത കൈവരിക്കൽ തുടങ്ങിയവ കമ്മീഷൻ നിർവഹിച്ചിരുന്ന ധർമ്മങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രപരമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിവിധ ഭാഗങ്ങളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ എന്താണ് സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിനപ്പുറം അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ വിഷമതകൾ പ്രത്യേകമായി തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ധർമ്മമാണ് മേൽ സൂചിപ്പിച്ച കമ്മീഷനുകൾ നിർവഹിക്കുന്നത്. സാമൂഹിക പിന്നാക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോടൊപ്പം വ്യക്തിപരമായി നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഈ ഓരോരോ കമ്മീഷൻ ശ്രമിക്കാറുണ്ട് അല്ലേ. പൗരാവകാശ സംരക്ഷണത്തോടൊപ്പം മനുഷ്യരിൽ അന്തർലീനമായ അന്തസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അവകാശങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യത്തിന്റെ വ്യാപനത്തിന് അനിവാര്യമാണ്. ഓക്കെ, ഇത്തരം അവകാശങ്ങൾ ഉറപ്പുവരുത്തി ജനാധിപത്യ പ്രക്രിയയെ ദൃഢമാക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്തുത്യർഹമായ പങ്ക് വഹിക്കുന്നു. വനിതകളുടെ സാമൂഹികമായ മുന്നേറ്റം ഉറപ്പുവരുത്തുന്നതിനും സ്ത്രീകൾക്ക് എതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനും സഹായകമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ എന്താണ് വനിതാ കമ്മീഷൻ ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ കമ്മീഷനെ കുറിച്ചും അല്ലേ അവരുടെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞു വരുന്നത്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും തുല്യ പരിഗണനയും ഉറപ്പുവരുത്തേണ്ടത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിലൂടെയും ന്യൂനപക്ഷാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെയും ന്യൂനപക്ഷ കമ്മീഷൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അവരെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത്. മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നാക്കാവസ്ഥകൾ പരിഹരിച്ചുകൊണ്ട് അവരെയും സമൂഹത്തിലേക്കും അതോടൊപ്പം മുഖ്യധാരയുടെ ഭാഗമാക്കുക എന്ന ജനാധിപത്യവൽക്കരണമാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിർവഹിക്കുന്നത് അല്ലേ. നമ്മൾ ഓരോ കമ്മീഷനെയും അവരുടെ ഓരോ ചുമതലകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. ഇപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ഉൾച്ചേർക്കുകയും രാഷ്ട്രീയ അവകാശങ്ങളുടെ വിനിയോഗം സാധ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യൻ ജനാധിപത്യ സാമൂഹിക സാമ്പത്തിക തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമ്മളടുത്ത് പറയാനായിട്ട് പോകുന്നത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് കമ്മീഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അല്ലേ, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കമ്മീഷനെ കുറിച്ച് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ഇതെന്ന് പറയുന്നത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കുട്ടികളുടെ അവകാശം അല്ലേ, ദേശീയ ബാലാവകാശം. നമുക്ക് ബാലാവകാശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, കുട്ടികളുടെ ഇതിന് വേണ്ടിയിട്ട് വന്ന കമ്മീഷനാണ്. വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിലാണ് എന്തെന്ന് പറയുന്നത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. 2007 മാർച്ച് 5 കമ്മീഷൻ നിലവിൽ വന്നത്. ചോദിച്ചിട്ടുണ്ട്, 2007 മാർച്ച് 5 കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. അപ്പോൾ മൊത്തം 7 പേരല്ലേ, ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷന്റെ ലക്ഷ്യങ്ങളാണ്. കുട്ടികളുടെ ആരോഗ്യം, പരിചരണം, വിദ്യാഭ്യാസം, ക്ഷേമം, നീതി ഇതെല്ലാം എന്താണ് കമ്മീഷന്റെ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരും. നമുക്കറിയാം അല്ലേ, ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷനുണ്ട്, സംസ്ഥാന തലത്തിൽ എന്താണ് ഓരോ ബാലാവകാശ കമ്മീഷനാണ്. അപ്പോൾ കേരളത്തിലുള്ളതാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഓക്കെ, അപ്പം ബാലാവകാശ കമ്മീഷനോട് കൂടി എന്താണ് ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. കമ്മീഷനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. വർഷവും അവരുടെ കാലാവധി എത്ര വർഷമുണ്ട് അവരുടെ ഇതെന്നൊക്കെ പറയുന്നതും പിന്നെ എന്നാണ് നിലവിൽ വന്നത്, ആരാണ് നിയമിക്കുന്നത്, ഭരണഘടനാ സ്ഥാപനമാണോ ഭരണഘടനേതര സ്ഥാപനമാണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. വർഷങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും എന്താണ് പഠിക്കാൻ പറ്റി, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസ് കിട്ടി, അതിലൂടെ നടന്നു എന്ന് വിചാരിക്കുന്നു.
അപ്പം എല്ലാവർക്കും ഓക്കെ, താങ്ക് യു.